തോന്നുന്നു. സാദിഖ്, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഏറ്റവും നേട്ടമുണ്ടാക്കിയ മേഖല എന്ന് കണ്ട് നമ്മൾ ആ നിലയിൽ തന്നെ അംഗീകരിച്ചതായിരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. അപ്പോൾ സ്വാശ്രയ കോളേജുകൾ ഇതിന്റെ പുറത്തല്ലല്ലോ, ഈ സംവിധാനത്തിനുള്ളിൽ പെടുന്നത് തന്നെയാണ്. ഇവിടെയാണ് ഇന്റേണൽ മാർക്കിന്റെയും ഈ അറ്റൻഡൻസിന്റെയും ഒക്കെ പേരിൽ അധ്യാപകർ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അധിക്ഷേപിച്ച് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തൊരു തലമുറയാക്കി അവരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. പ്രതിഷേധിക്കാൻ പേടിയാണ്. ഏതെങ്കിലും ഒരു അധ്യാപകനോട് പരാതി പറഞ്ഞാൽ സ്വാഭാവികമായും അത് മാനേജ്മെന്റ് മുന്നിലേക്ക് ചെല്ലുന്നു. അവിടെ ഈ കുട്ടികളാണ് പരാതി പറഞ്ഞതെന്ന് ആരോപണ വിധേയൻ അറിയുന്നു. വീണ്ടും ഇവർക്കെതിരെ തന്നെ ഇത് തിരിയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടതുപോലെയാണ് ഈ കുട്ടികൾ. എവിടെയാണ് ഇവർ ഇതിന് പരാതി പറയേണ്ടത്? ഒരു കുഞ്ഞുങ്ങൾക്ക് അധ്യാപകർക്കെതിരെ പരാതികളുണ്ടെങ്കിൽ അറിയിക്കേണ്ടത് എവിടെയാണ്? അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കേരളത്തിന് ഇതുവരെ ആയില്ല എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? തീർച്ചയായും. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ 10 വർഷമായോ അല്ലെങ്കിൽ 20, 30, 40, 50 വർഷമായി പല നിലയിലുള്ള ഭരണമൊക്കെ നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ചല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാനോ അതിനെ പ്രതിരോധിക്കാനോ ഞാൻ മുതിരുന്നില്ല. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വിലയിരുത്തുന്ന, അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ സമരശേഷി ഉപയോഗപ്പെടുത്തുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. SFIയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇന്റേണൽ കംപ്ലയിൻറ്റ് സെല്ലുകളാകട്ടെ, അതേപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയനുകളുടെ രൂപീകരണമാകട്ടെ, അത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന വലിയ പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കാനുള്ള വലിയ നിയമനിർമ്മാണം നടക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ദേശീയാടിസ്ഥാനത്തിൽ രോഹിത് ആക്ട് പോലെ ഒരു നിയമം രൂപീകരിക്കപ്പെടുകയും അത് ഫെഡറൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും വേണം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ സ്കൂൾ തലം മുതൽ പിന്നീട് തുടർന്ന് വരുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഭരണകക്ഷിയുടെ നാവാകാനില്ല എന്ന് പറയുമ്പോൾ പോലും അതിൽ തോന്നുന്ന ഒരു വിയോജിപ്പും സംശയവും സാദിഖ്, അങ്ങനെ ഇപ്പോൾ വെമുല ആക്ട് പോലും നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഏത് നിലയിലുള്ള ഇടപെടലും പുരോഗമനപരമായി നടത്തുവാൻ കഴിയുമായിരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പോയ കാലത്ത് കേരളത്തിൽ. എന്നിട്ട് സാധിച്ചില്ല സാദിഖ്. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏറ്റവും കൂടുതൽ പാടിപ്പുകഴ്ത്തിയ മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. അപ്പോൾ അവിടെ ഈ വിധമുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് കൂടി ഉണ്ടായിരുന്നില്ലേ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അതാത് ഘട്ടത്തിൽ ഗൗരവതരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ തന്നെ കേരളത്തിലെ ഭരണകൂടവും കേരളത്തിലെ പൊതുസമൂഹവും ശ്രമിക്കാറുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും പരിപൂർണമാകുന്നില്ല. അത് വളരെ മൈക്രോ മാനേജ്മെൻറ്റ് തലത്തിൽ ഓരോ ക്യാമ്പസുകളെയും എടുത്ത് പരിശോധിച്ചാൽ, അതാത് ക്യാമ്പസുകളിലെ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെ ഗൗരവത്തോടു കൂടി കാണുക, അതിന് പരിഹാരം ഭാവിയിൽ കാണത്തക്ക നിലയിലേക്കുള്ള കർശനമായ ഇടപെടലുകൾക്ക് സർക്കാരും അതേപോലെ തന്നെ കേരളീയ പൊതുസമൂഹം നേതൃത്വം നൽകുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്നുള്ളൊരു വാദമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ കുത്തഴിഞ്ഞ നിലയിൽ മുന്നോട്ട് പോകുന്നത് നിയന്ത്രിച്ചേ മതിയാകൂ. അവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി യൂണിയനുകളും എല്ലാം ശക്തമാക്കണം. വിദ്യാർത്ഥികളിൽ പ്രതികരണ ശേഷി വളർത്താൻ ആവശ്യമായ നിലയിലേക്കുള്ള വലിയ ക്യാമ്പയിനുകൾ ഭാവിയിൽ സംഘടിപ്പിക്കപ്പെടണം. അതേപോലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും തുടർന്ന് വരുന്ന സ്വാശ്രയ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന കോച്ചിങ് സ്ഥാപനങ്ങളും എല്ലാം വിദ്യാർത്ഥികളെ അരാഷ്ട്രീയവൽക്കരിച്ചും മരവിപ്പിച്ചും അവിടെ ചിന്താശേഷിയെയും അവിടെ പ്രതികരണശേഷിയെയും എല്ലാം നിർമ്മലീകരിക്കുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ കാണുകയാണ്. വിദ്യാർത്ഥികളിൽ സ്കൂൾ തലം മുതൽ തന്നെ പ്രതികരണശേഷി വളർത്തുന്ന നിലയിലുള്ള വലിയ പ്രവർത്തന സംവിധാനം വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരുക്കിയാൽ സ്കൂൾ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നിയമനിർമ്മാണത്തിലൂടെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സാധ്യമാക്കി കഴിഞ്ഞാൽ ഇതിനെതിരായ വലിയ പ്രതിരോധം വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.